ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് പോവുകയാണ് വിപണിയെ സംബന്ധിച്ച്. ഇന്ന് സെപ്റ്റംബർ 21, നാളെ അതായത് സെപ്റ്റംബർ 22 മുതൽ സെപ്റ്റംബർ 26 വരെയുള്ള വീക്കിലി പോഡ്കാസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിപണിയെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച നഷ്ടത്തോടു കൂടിയാണ് വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 96 പോയിൻ്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 500-ൽ 32 പോയിൻ്റെയും ഏകദേശം പ്രധാനപ്പെട്ട നിഫ്റ്റി ഇൻഡെക്സുകളിലൊക്കെ തന്നെ വെള്ളിയാഴ്ച നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വീക്കിലി ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നേട്ടത്തോടു കൂടിയാണ് സൂചിക അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 0.8% വർധനവ് മാത്രമാണ്, 1% എത്തിയിട്ടില്ല. 500 നിഫ്റ്റി ബാങ്കിലായാലും 1.2% നേട്ടമാണുള്ളത്. ഫിനാൻഷ്യൽ സർവീസ് അതുപോലെ തന്നെ IT ഇൻഡെക്സുകളിലൊക്കെ തന്നെ IT ഇൻഡെക്സ് അടക്കം 1.3% നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ശനിയാഴ്ച, അതായത് ഇന്നലെ വന്നിരിക്കുന്ന വാർത്തകൾ കുറച്ച് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ മോശമാക്കുന്ന രീതിയിലാണുള്ളത്. കാരണം H1B വിസക്ക് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ ഫീസാണ്. $1,00,000 കൊടുക്കണം, $1,00,000 ഉയർത്തിയിരിക്കുന്നു. ഏകദേശം 1,500-നും 4,500-നും ഇടയിൽ ഫീസ് ഉണ്ടായിരുന്ന H1B വിസയ്ക്ക് $1,00,000 ഉയർത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ IT കമ്പനികളടക്കം ഉള്ള പ്രധാനപ്പെട്ട ഔട്ട്സോഴ്സിംഗ് സെക്ടറുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കും. അത് തിങ്കളാഴ്ചത്തെ വിപണി ഓപ്പണിങ്ങിൽ അത് IT ഇൻഡെക്സിലും അതുപോലെ തന്നെ IT കമ്പനികളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള അവലോകനത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം PSU ബാങ്കും അതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. PSU ബാങ്ക് സെക്ടർ ഏകദേശം 4.83% നേട്ടമാണ് ഉണ്ടാക്കിയത്. റിയാലിറ്റി സെക്ടർ ഏകദേശം 4.43% നേട്ടമുണ്ടാക്കി. നമ്മൾ GST കട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് FMCG സെക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ FMCG സെക്ടറിലാണ് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണേണ്ടിയിരിക്കുന്നത്. 0.5 പോയിൻ്റ്, അതായത് 0.5% ഇടിവോടുകൂടിയാണ് വീക്കിലി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അദാനി എൻ്റർപ്രൈസസ്, അദാനി ഓഹരികൾക്ക് സെബി നൽകിയിരിക്കുന്ന, അദാനിക്ക് മുകളിൽ നൽകിയിരിക്കുന്ന ക്ലീൻ ചീറ്റ് അദാനി ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടാക്കി. അതുപോലെ തന്നെ സൊമാറ്റോയിലും നല്ല നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടൈറ്റൻ ആണ് നമുക്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേഴ്സ്റ്റ് ടോപ്പ് ലൂസിങ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓഹരി. അതേസമയം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മൊത്തം ബിൽഡപ്പ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രെങ്ത് അനുഭവപ്പെട്ട ഓഹരികളെന്ന് പറയുന്നത് ഭാരതി എയർടെലും ഐഷർ മോട്ടോഴ്സും മാരുതിയുമാണ്. അതുപോലെ കുറച്ച് വീക്കായിട്ട് വന്നിരിക്കുന്നത് ICICI ബാങ്കും അതുപോലെ തന്നെ ടൈറ്റനുമാണ്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലടക്കം എല്ലായിടത്തും നവരാത്രി ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ നവരാത്രിയിലേക്ക് കടക്കുകയാണ്. നവരാത്രിയോടുകൂടി ഉത്തരേന്ത്യയിൽ ഫെസ്റ്റിവൽ സീസണിന് തുടക്കമാവുകയാണ്. സോ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ വന്നതായിരുന്നു. ആ ഒരു മൂഡ് പതുക്കെ ബിൽഡപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ. കാരണം ഈ മാർക്കറ്റിൻ്റെ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് 24,404 അവിടുന്നും ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ ഉയർച്ചയോടുകൂടിയാണ് ഇപ്പോൾ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത്. അതും വെറും 10-15 ട്രേഡിംഗ് സെഷനോട് കൂടിയാണ് ഈ ഒരു 1000 പോയിൻ്റ് റാലി മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റിനും ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനും ഒക്കെ തന്നെ സമയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്കായിരുന്നു മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മിഡ് ക്യാപ്പ് ആയാലും അത് ഓവറോൾ ബ്രോഡ് മാർക്കറ്റ് റാലിയാണ്. മാർക്കറ്റ് ഡെത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി വന്നു. കാരണം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഏകദേശം 10-11 ദിവസത്തോളം പോസിറ്റീവ് ക്ലോസിങ് വരുന്നു. നിഫ്റ്റിയിൽ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 ദിവസത്തെ പോസിറ്റീവ് മൂവ് വരുന്നു. അതിനിടയിലാണ് ഈ ഒരു IT ഇൻഡെക്സ് അടക്കം വളരെ ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്ന സമയത്താണ് ട്രംപിൻ്റെ വളരെ മാസമായിട്ടുള്ളൊരു എൻട്രി വന്നിരിക്കുന്നത്, ഈ H1B വിസ. അത് വീണ്ടും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മോശമാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ഇപ്പോഴും സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഒഫീഷ്യലായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു റെസ്പോൺസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. കമ്പനികളൊക്കെ തന്നെ പാനിക്കിലാണ്. വളരെ ഇൻറ്റേർണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എംപ്ലോയീസിന് അയക്കുന്നു. US പുറത്തുള്ള എംപ്ലോയീസിനോട് എത്രയും പെട്ടെന്ന് US തിരിച്ചെത്താൻ പറയുന്നു. അതുപോലെ യാത്രകൾ റദ്ദാക്കാൻ പറയുന്നു എന്നൊക്കെ ഉള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജസൊക്കെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ജോബ് ത്രെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് IT കമ്പനികളെ സംബന്ധിച്ചിട്ട് ചെറിയൊരു മാർജിൻ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ചെറിയ ഒരു ഷോർട്ട് ടേമിൽ നെഗറ്റീവായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ ലോങ് ടേമിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതകളാണ് കൂടുതലും വിലയിരുത്തേണ്ടത്. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് മൂവ്മെൻറ്റിലായിരുന്നു നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കാരണം അടുത്ത ഒരു പ്രധാനപ്പെട്ട സോൺ എന്ന് പറയുന്നത് 25,650-നും 25,750-നും ഇടയിലുള്ള ഒരു സോണാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ബുള്ളിഷ് മൊമെൻറ്റിൽ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് അടുത്ത ഒരു ടാർഗറ്റ് കൃത്യമായിട്ടും 25,450 മുകളിൽ മുതൽ 25,550 വരെയുള്ളൊരു പോയിൻറ്റിലേക്കുള്ള റാലിയിലേക്കാണ് നിഫ്റ്റി വരേണ്ടതുണ്ടായിരുന്നത്. കാരണം 25,327 ക്ലോസിംഗ് എന്ന് പറയുന്നത് 20 ദിവസത്തെ മൂവിങ് ആവറേജിന് മുകളിലാണ്. കാരണം 24,900 അത് വരുന്നത്. അതിന് പുറമെ ഈ 50 ദിവസത്തെ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും 24,885 അതിന് മുകളിലാണ് നിഫ്റ്റി ഉള്ളത്. 10 വീക്കിലെ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും 24,784 30 വീക്കിലെ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും 24,316 സോ ഓൾ ടുഗെദർ എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ് ഇപ്പോഴും നിഫ്റ്റി തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ RSI 63.71 സിഗ്നൽ ലൈൻസ് നോക്കിക്കഴിഞ്ഞാലും ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകും. അപ്പം ഡെറിവേറ്റീവ് ഡാറ്റ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുട്ട് സൈഡും കോൾ സൈഡും ഒക്കെ ഉള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 25,400 കോൾ സൈഡിൽ വീക്ക്ലി സീരീസിലുള്ളത്. അതുപോലെ തന്നെ 25,500 കോൾ സൈഡിൽ അടുത്ത സ്ട്രൈക്കിലുള്ളത്. പുട്ട് സൈഡിൽ 25,300 അതുപോലെ തന്നെ 25,200 സ്ട്രൈക്കിലുമാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണപ്പെടുന്നത്. സോ എൻ്റെ ഒരു നിഗമന പ്രകാരം 25,450-നും 25,550 ഇടയിൽ നിഫ്റ്റിക്ക് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്കടുത്ത സപ്പോർട്ട് സോണായിട്ട് മേജർ സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യത 25,150 മുതൽ 25,250 വരെയുള്ള 100 പോയിൻ്റാണ്. അപ്പോൾ 25,150 ഒരു മേജർ സപ്പോർട്ട് സോണായിട്ടും 25,550 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ടുമുള്ള ഒരു വീക്കായിരിക്കും ഈ വീക്ക്. പ്രത്യേകിച്ചും ഈ ഒരു ന്യൂസ് ഫ്ലോസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വോളട്ടൈലായിരിക്കും. കാരണം ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ആഴ്ചത്തെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ വരാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും തന്നെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുന്ന ഡാറ്റയൊന്നും പറയാനില്ല. കാരണം 2-3 IPOകൾ ഈ ആഴ്ച തുടരുന്നുണ്ട്. തിങ്കളാഴ്ച തന്നെ ഏകദേശം അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട്. ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI വരുന്നത്. യൂറോപ്യൻ സോണിൻ്റെ മാനുഫാക്ചറിങ് PMI വന്ന് വരുന്നുണ്ട്. UKയുടെ മാനുഫാക്ചറിങ് PMI വരുന്നു. US-ൻ്റെ മാനുഫാക്ചറിങ് PMI. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മാനുഫാക്ചറിങ് ഡാറ്റ ളുടെ എല്ലാ സോണുകളുടെയും ഡാറ്റ വരുന്നത്. ബുധനാഴ്ചയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഡാറ്റകളൊന്നും തന്നെയില്ല. വ്യാഴാഴ്ച ജിൻകുഷാൽ ഇൻഡസ്ട്രീസിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട്. US-ൻ്റെ GDP ഗ്രോത്ത് റേറ്റ് അന്ന് വരുന്നുണ്ട്. Q2 GDP ആണെന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. US-ൻ്റെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് അന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും വരുന്നുണ്ട്. ഇത്രയാണ് ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നുള്ളെങ്കിൽ ഇൻ്റർനാഷണൽ ഡാറ്റയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡാറ്റയും പ്രധാനമായിട്ടും വരാനുള്ളത്. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ചാനൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ സെബി അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ചാനലുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ടെലിഗ്രാം ചാനലൊക്കെ വഴി തന്നെ നമ്മുടെ സർവീസുകൾ ലഭ്യമാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ സർവീസുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ ലഭിക്കും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുകളെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി അദാനി ഓഹരികളെ സംബന്ധിച്ച് പറയുമ്പോൾ വെള്ളിയാഴ്ച അദാനി ഓഹരികളിൽ ഏകദേശം നല്ല രീതിയിലുള്ള മൊമെൻറ്റ് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും സെബിയുടെ ഒരു ക്ലീൻ ചീറ്റ് തന്നെയാണ്, ഇൻവെസ്റ്റിഗേഷൻ്റെ ക്ലീൻ ചീറ്റ് തന്നെയാണ് ഹിൻഡൻബർഗുമായിട്ട് ബന്ധപ്പെട്ട ക്ലീൻ ചീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഫണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റുള്ള അഭ്യൂഹങ്ങളുമായിട്ടൊക്കെ വിരാമമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദാനി പോർട്ട് അടക്കമുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം സാധിച്ചു. അദാനി പോർട്ടും അതുപോലെ തന്നെ അംബുജ സിമൻറ്റ്, ഈ രണ്ട് സ്റ്റോക്കുകളിലാണ് നമുക്ക് കുറച്ചുകൂടി കൺവിക്ഷൻ ഉള്ളത്. ഈവൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അദാനി പോർട്ടിൽ ഒരു 1700 ടാർഗറ്റ് വെച്ചുകൊണ്ട് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഞാൻ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്തൊരു ഓഹരി കൂടിയാണിത്. അതുപോലെ നമ്മുടെ സ്വിംഗീസ് കിങ് എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ചാനലിൻ്റെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ ഞാനിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലും ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ അദാനിയിലെ നമുക്ക് കൺവിക്ഷനുള്ളൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അംബുജ സിമൻറ്റാണ്. അംബുജ സിമൻറ്റിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിമൻറ്റ് സ്റ്റോറി, നമുക്കിപ്പോഴും ഗ്രോത്ത് സ്റ്റോറി വിശ്വസിക്കാവുന്ന ഒരു സെക്ടർ തന്നെയാണ് സിമൻറ്റിൽ. ചെറിയ ഷോർട്ട് ടേമിൽ ചെറിയ പെയിൻസ് ഉണ്ടാകുമെങ്കിലും അടുത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ പുഷോട് കൂടി സിമൻറ്റ് സ്റ്റോക്കുകൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ആസ് എ ലീഡർ അൾട്രാടെക് തന്നെയാണ്. പക്ഷേ ഒരു ഇപ്പോഴത്തെ വാല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ അംബുജ സിമൻറ്റും വൺ ഓഫ് ദി ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം. അതുപോലെ L&T ലാർസൻ ആൻഡ് ടൂബ്രോന് വെനസ്ഡേ സെപ്റ്റംബർ 17 അവരുടെ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിന് അവരുടെ ഒരു ഓർഡറുകൾ കിട്ടുകയുണ്ടായി. ഏകദേശം ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏകദേശം 2500-നും 5000 കോടിക്കും ഇടയിലുള്ള ഓർഡറുകളാണെന്നാണ് പറയാൻ പറ്റുന്നത്. L&T ഒമാനിൽ നിന്നും ഒരു 400 to 132 kV ഗ്രിഡ് സ്റ്റേഷൻ്റെ 400 kV ട്രാൻസ്മിഷൻ ലൈൻ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു മൂന്നാമത്തെ ഓർഡറാണ് കമ്പനിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അദാനി ഈ L&Tയുടെ 3600-ൻ്റെ കോള് നമ്മൾ സ്വിംഗീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 30-35 രൂപയ്ക്ക്, ഏകദേശം ട്രിപ്പിൾ ആവുകയുണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലോങ് ടേമിൽ L&T ഇപ്പോഴും വാങ്ങാവുന്നതാണ്. അടുത്ത L&Tക്കുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3800-ന് മുകളിലാണ്. അതുപോലെ ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് അതിന് ഏകദേശം 35,000% റിട്ടേൺ ആണ് അതിൻ്റെ ലിസ്റ്റിംഗ്. 2004 ഐഷർ മോട്ടോഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏകദേശം 35,000% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സിംപ്ലി 1,00,000 രൂപ നിങ്ങൾക്ക് 2004 ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 3.5 കോടി രൂപയാണ് നമുക്ക് ഐഷർ മോട്ടോഴ്സിൽ ലഭിക്കുക. അതൊരു എക്സാജറേറ്റഡ് ഫിഗർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ ഷെയർസിൻ്റെ റിട്ടേൺ പറയാനാണ് അങ്ങനെ ഉപയോഗിക്കാറുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ മേക്കറാണ്. ഇപ്പോഴും ആ ഒരു സെഗ്മെൻറ്റിൽ കഴിഞ്ഞ 3 മാസത്തെ ട്രാക്ക് റെക്കോർഡൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ഓട്ടോ പേയേഴ്സുമായിട്ട് നോക്കുമ്പം വളരെ ഫാർ ബെറ്റർ റിട്ടേൺ നൽകിയിരിക്കുന്നതാണ് ഐഷർ മോട്ടോഴ്സ്. ഇപ്പോഴും ഐഷർ മോട്ടോഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഐഷർ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 7100-ന് മുകളിലാണ്. അതുപോലെ തന്നെ ഡിമാർട്ട് അവന്യൂ സൂപ്പർ മാർക്കറ്റിനും കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. കാരണം 2 ബ്രോക്കറേജ് റിപ്പോർട്ടുകളാണ്, UBSൻ്റെയും ബാങ്ക് ഓഫ് അമേരിക്കയുടെയും ബ്രോക്കറേജ് റിപ്പോർട്ടുകളാണ് ഡിമാർട്ടിൽ വന്നിരിക്കുന്നത്. അവരുടെ ബൈ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല, ടാർഗറ്റ് കൂട്ടി എന്നുള്ളതും കൂടിയാണ്. UBSനും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് ഓഫ് അമേരിക്കയ്ക്കും അവരുടെ ടാർഗറ്റ് ഹൈ ചെയ്യാൻ കാരണം ഷെയർസിൽ മാർജിൻ എക്സ്പാൻഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുന്നു. GST കട്ട്, അതുപോലെ തന്നെ UBSൻ്റെ നിയമപ്രകാരം ഈ ബിസിനസ് രംഗത്തും ഇവർ കൈ കടത്തിയിട്ടുണ്ട്. അതിലും സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം കാണുന്നു. അത് ഫർദർ ബൂസ്റ്റ് മാർജിനിലും സെയിൽസിലും വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അവർ ഷെയർ ഏകദേശം 4,900-5,000 റേഞ്ചിലേക്കെങ്കിലും മൂവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ ഒരു ചെറിയൊരു കമ്പനി സിജിലിറ്റി ഇന്ത്യ, SAGILITY സിജിലിറ്റി ഇന്ത്യ ഇപ്പോൾ ഏകദേശം 44-46 രൂപ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹെൽത്ത് കെയർ ഫോക്കസ് ചെയ്തിരിക്കുന്ന BPM ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനിയാണ്. ഏകദേശം 25 വർഷത്തെ പാരമ്പര്യം ഈ രംഗത്തുണ്ട്. ഏകദേശം 77ഓളം ആക്റ്റീവ് ക്ലയൻസ് ഉണ്ടാവുന്നുണ്ട് ഇവർക്ക്. US-ലും പ്ലെയേഴ്സ് ഉണ്ട്. ഏകദേശം PBM സർവീസസ്, ടെക്നോളജി പ്ലാറ്റ്ഫോംസ്. കമ്പനി ഏകദേശം 33 ഗ്ലോബൽ ഡെലിവറി സൈറ്റ്സിൽ ആക്റ്റീവാണ്. ഏകദേശം 40,000-ഓളം പ്രൊഫഷണൽസ് 5 രാജ്യങ്ങളിലായിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ തന്നെ. ക്ലിനിക്കൽ കെയർ മാനേജ്മെൻറ്റ്, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സെജിലിറ്റി ഏകദേശം Q1 റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കും തോന്നി. കാരണം 1,539 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തുന്നത്. അതായത് 25.8% വർധനമാണ് റവന്യൂവിലേക്ക് കൊണ്ടത്. ഈ അഡ്ജസ്റ്റഡ് ഇബിറ്റ നോക്കിയാലും 369 കോടി രൂപയാണ്. ഏകദേശം 24% മാർജിനുള്ള ബിസിനസ്സാണ്. 26.5% മാർജിൻ കൂടിയിട്ടുമുണ്ട്. അഡ്ജസ്റ്റഡ് പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 200 കോടി രൂപയാണ്, 13% മാർജിനുണ്ട്.
സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90% ക്യാഷ് കൺവേർഷൻ നടക്കുന്നൊരു ബിസിനസ്സാണ്. സോ 44 to 46 റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇനി എൻ്റെ ഒരു ടാർഗറ്റ് 50ക്ക് മുകളിലാണ്. 50 to 55 അല്ലെങ്കിൽ ഈവൻ 60 വരെയെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി സിജിലിറ്റി ഇന്ത്യക്ക് ഉണ്ട്. പക്ഷേ ഒരു ലോങ് ടേം സ്റ്റോറി ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 38 താഴെ വിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ബാങ്കായിട്ടുള്ള പബ്ലിക് സെക്ടർ ലെൻഡറായിട്ടുള്ള SBI അവരുടെ 13.18% സ്റ്റേക്ക് യെസ് ബാങ്കിലുള്ള 13.18% ഓഹരികൾ വിൽക്കുകയുണ്ടായി. സുമിറ്റോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ SMBCക്കാണ് 8,889 കോടി രൂപയ്ക്ക് ഈ ഒരു ഓഹരികൾ വിറ്റിരിക്കുന്നത്. ഈ പൈസ SBIയിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സാഹചര്യത്തിൽ, മാർജിൻ പ്രഷറൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ SBIയുടെ ടോപ്പ് ലൈൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ്. അതുപോലെ തന്നെ മാർജിൻ പ്രഷർ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ട്രഷറി ഇൻകത്തിൽ വർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പൈസയ്ക്ക് സാധിക്കും. SBIയും അതുപോലെ തന്നെ ഏകദേശം 7ഓളം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് യെസ് ബാങ്കിൽ നിക്ഷേപിച്ചത്. 2020 മാർച്ചിൽ യെസ് ബാങ്ക് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ആ ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സമയത്ത് SBI അടക്കം പല ബാങ്കുകളും അതിലേക്ക് നിക്ഷേപിച്ചത്. ഏകദേശം 20% സ്റ്റേക്ക് 13,482 കോടി രൂപയ്ക്ക് SMBCക്ക് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനാണ് ഈ നടന്നിരിക്കുന്നത്. ഏതായാലും SBIയുടെ ബോർഡ് കഴിഞ്ഞ ആഴ്ചയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. 4,134.4 മില്യൺ ഓഹരികൾ SMBCക്ക് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോർഡ് അപ്രൂവ് ചെയ്തു. 21 രൂപ 50 പൈസ പ്രകാരമാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിന് ശേഷം ഇനിയിപ്പോൾ SBIക്ക് ഏകദേശം 10.8% ഓഹരികൾ കൂടി യെസ് ബാങ്കിലുണ്ട്. ഈ ഒരു SBIയുടെ അടുത്ത 2020 ആയിരുന്നു ഈ ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് SBI അടക്കം ഒരു കൺസോർഷ്യം നടത്തിയത്, യെസ് ബാങ്കിൽ നിക്ഷേപിച്ചത്. അതുപോലെ തന്നെ യെസ് ബാങ്ക് സുമിറ്റോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വാരൻ ബഫറ്റിനൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. സോ എനിക്ക് തോന്നുന്നു യെസ് ബാങ്കും വളരെ ഒരു വാല്യൂ ക്രിയേഷൻ എന്ന രീതിയിൽ വലിയ നാളത്തേക്ക് ശേഷം അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്കൊരു ഓഹരി, നമ്മൾ 12-13 രൂപ മുതൽ കണ്ടിന്യൂൻ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നൊരു ഓഹരി കൂടിയാണ് യെസ് ബാങ്ക്. സോ വളരെ ഒരു ലോങ് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർക്ക് ചെറിയ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയ ഭാഗം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ടാണ് യെസ് ബാങ്ക് തോന്നുന്നത്. ഇനിയിപ്പം പ്രത്യേകിച്ചും SMBCയുടെ ഓണർഷിപ്പിൽ, SMBCയുടെ മാനേജ്മെൻറ്റ് കൺട്രോളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് യെസ് ബാങ്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതുപോലെ IT കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഈ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് US വർക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന സ്പെഷ്യലൈസ്ഡ് വിസയാണിത്. സാധാരണയായിട്ട് ഇന്ത്യൻ IT കമ്പനികൾക്ക് നേരിട്ടുള്ള ഇഫക്റ്റുകൾ എത്രമാത്രമാണെന്ന് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. എങ്കിലും 3 തരം കോൺട്രാക്റ്റുകളാണ് സാധാരണയായിട്ട് ഇന്ത്യൻ IT കമ്പനികൾ ചെയ്യാറുള്ളത്. ഒന്ന് ഓഫ് ഷോർ മോഡൽ, അതായത് അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ IT ഹബ്ബുകളായിട്ടുള്ള ഹൈദരാബാദ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നഗരങ്ങളിൽ കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് ഓഫ് ഷോർ മോഡലിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒന്ന് നിയർ ഷോർ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നതുണ്ട്. അതായത് അമേരിക്കയിലാണെങ്കിൽ അടുത്ത സ്ഥലങ്ങൾ, അമേരിക്കയിലല്ലാതെ അടുത്ത സ്ഥലങ്ങളിൽ, അടുത്ത രാജ്യങ്ങളിൽ അവരെ കൊണ്ടുവന്ന് അവിടുന്ന് വർക്ക് ചെയ്യുന്ന രീതിയാണ് നിയർ ഷോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ഓൺ ഷോർ എന്ന് പറയുന്ന, അതായത് അമേരിക്കയിലുള്ള ക്ലയൻറ്റുകളാണെങ്കിൽ ആ ക്ലയൻറ്റുകളുടെ അവിടെ പോയിരുന്ന് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ TCS അമേരിക്കയിലുള്ള ഒരു ബാങ്കിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ പോയിരുന്ന് ആ ബാങ്കിലെ ഓഫീസിൽ പോയിരുന്ന് അവർക്ക് നേരിട്ടിട്ട് സപ്പോർട്ട്, അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള, അത്രയും വളരെ കാര്യമായിട്ടുള്ള സർവീസുകൾ മാത്രമായിരിക്കും ഓൺഷോർ സർവീസുകൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിസകൾക്കാണിപ്പോൾ ട്രംപ് $1,00,000 ഫീസ് വെച്ചിരിക്കുന്നത്. വലിയ രീതി തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആവറേജ് ഒരു സാലറിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ വിസയുടെ ഫീസ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലയൻസും അതുപോലെ തന്നെ കമ്പനികളും ഇങ്ങനെയുള്ള വിസക്കാരെ അവിടെ നിന്ന് പിൻവലിച്ചിട്ട് വീണ്ടും തിരിച്ച് ഓൺഷോറിൽ അല്ലെങ്കിൽ ഓഫ് ഷോറിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെ തുടരാനുള്ള അനുമതി കൊടുക്കുക. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് TCSൻ്റെ ഏകദേശം 10,444 വിസകളാണ് ഈ പറയുന്ന H1B വിസകളായിട്ടുള്ളത്. ആമസോണിന് 10,440 TCSന് 5,505 വിസകളാണുള്ളത്. ആമസോണിന് 10,444 വിസകൾ. മൈക്രോസോഫ്റ്റിന് ഏകദേശം 5,189 വിസകളുണ്ട്. മെറ്റ, ആപ്പിൾ, ഇൻഫോസിസിന് ഏകദേശം 2,004, LT മൈൻട്രിക്ക് 1,807 വിസകൾ, HCLന് 1,728, വിപ്രോന് 1,523 വിസകളൊക്കെയാണുള്ളത് ഈ ഒരു കാറ്റഗറിയിൽ. സ്വാഭാവികമായിട്ടും
ഈ $1,00,000 എന്ന് പറയുന്നത് സഹിക്കാൻ ഏതായാലും കമ്പനികളോ അല്ലെങ്കിൽ ക്ലയൻസോ ശരിയാവണമെന്നില്ല. അവർ തിരിച്ച് ഒന്നിക്കൽ അവരുടെ ബേസ് ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള അവരുടെ കമ്പനി സൈറ്റുകളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയായിരിക്കും കാണുന്നത്. ഇത് ഏകദേശം ഒരു മാർജിൻ പ്രഷർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇൻഫോസിസിനും TCSനൊക്കെ സംബന്ധിച്ചിട്ട്, അതുപോലെ തന്നെ വിപ്രോ, എംഫസിസിനൊക്കെ സംബന്ധിച്ചിട്ട് ഒരു മാർജിൻ പ്രഷർ 2 മുതൽ 3% വരെയൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ ഷോർട്ട് ടേമിൽ ഇപ്പോൾ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോഴും IT ഇൻഡെക്സ് എനിക്ക് തോന്നുന്നു 2 മുതൽ 3% വരെയൊക്കെ ഡൗൺ സൈഡിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഏതായാലും ഇത് അമേരിക്കയിൽ ഇത്രമാത്രം സ്കിൽഡ് വർക്കേഴ്സ് ഇവരെ റീപ്ലേസ് ചെയ്യാനുണ്ടോ എന്നുള്ളതും വലിയൊരു കാര്യമാണ്. പിന്നെ അമേരിക്കയുടെ സാലറി സ്കെയിൽ വെച്ച് നോക്കുമ്പോഴും അത് വീണ്ടും അവരുടെ കോസ്റ്റ് കൂട്ടാനുള്ള സാധ്യതകൾ, ക്ലയൻസിൻ്റെ ആയാലും കോസ്റ്റ് കൂട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം അറിഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള പ്രോൺസ്, അതായത് ചെമ്മീൻ കയറ്റുമതിക്ക് വീണ്ടും ഒരു 50% തീരുവ ഉണ്ടാക്കാനുള്ള ഒരു ചുമത്താനുള്ള ഒരു ബില്ല് കൂടി അമേരിക്കൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. സോ ഓൾറെഡി നമുക്ക് 50% താരിഫുണ്ട്. അതിന് മുകളിലാണ് അമേരിക്കയിലെ ചെമ്മീൻ വ്യവസായം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 50%-ൻ്റെയോ 40%-ൻ്റെയോ താരിഫ് എക്സ്ട്രാ ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോൺസിന് ഏർപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളും വരുന്നത്. സോ വിവിധ രീതിയിൽ നമുക്ക് ട്രേഡ് ഡീൽ നടക്കാൻ പോവുകയാണ്. നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ H-1B വിസയുടെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സോ നമ്മളൊരു ട്രേഡ് ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ പ്രതിനിധികൾ ഇന്ത്യയിലുണ്ട്. ഈ സമയത്ത് ഇന്ത്യയെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. സോ 2 ദിവസം മുമ്പാണ് എക്കണോമിസ്റ്റായിട്ടുള്ള പരമേശ്വർ പറഞ്ഞത് നമ്മുടെ അധിക തീരുവയിൽ ഇളവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചത്. അതിനുശേഷമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഔട്ട്സോഴ്സിങ് കോൺട്രാക്റ്റുകളും മറ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച ഒരു നീജക് റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2 മുതൽ 3% വരെയെങ്കിലും IT ഇൻഡെക്സിൽ നമ്മൾ റിവ്യൂ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉൾക്കൊണ്ട് കഴിഞ്ഞതിന് ശേഷം വലിയൊരു രീതി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ TCSൻ്റെയൊക്കെ വർക്ക് ഫോഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 5505 വിസകൾ എന്ന് പറയുന്നത് ഒന്നുമല്ല. TCSൻ്റെ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞാൽ തൗസൻഡ്സ് ആണ്. അതുപോലെ തന്നെ ഇൻഫോസിസും ഒക്കെ തന്നെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ ചൂസ് നോക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു പാനിക്കായിട്ടുള്ളൊരു ജെർക്ക് റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ചിലപ്പോൾ റിക്കവറി വരും. കാരണം ഇതിൻ്റെ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് IT മേഖലകളിൽ നിന്നൊക്കെ തന്നെ വരികയാണെങ്കിൽ അവരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന മുറക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ കുറയാനുള്ള സാധ്യതയും പറയാൻ പറ്റില്ല. അതുപോലെ മിഡ് ക്യാപ്പ് IT സെക്ടറിലും അതുപോലെ തന്നെ സൊനാറ്റ സോഫ്റ്റ്വെയർ, ബിർള കോർപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് മിഡ് ക്യാപ്പ് IT കമ്പനികളിലും ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്തൊരു ഓഹരി ബാങ്കിങ് സെക്ടറിൽ നിന്നാണ്. SBI നമ്മൾ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തൊരു ഓഹരിയാണ്. 750-നും 780-നും ഒക്കെ തന്നെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ 860 റേഞ്ചിലേക്ക് SBI വന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് SBI സജസ്റ്റ് ചെയ്യാൻ കാരണം SBIക്ക് ഏകദേശം 22,980 ബ്രാഞ്ചുകളാണുള്ളത്. അതിലേകദേശം 50 കോടി കസ്റ്റമേഴ്സ്, ഇന്ത്യയിലെ 150 കോടി കസ്റ്റമേഴ്സിലെ ജനങ്ങളിൽ 50 കോടി കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. 23% ഡെപ്പോസിറ്റ് മാർക്കറ്റ് ഷെയറാണ് ഇവർക്കുള്ളത്. ലോങ് ടേം ഗ്രോത്ത് അതുപോലെ തന്നെ 2026 എസ്റ്റിമേഷൻ അനുസരിച്ച് ഒരു ഷെയറിന് ഏകദേശം 100 രൂപ EPS ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 8.6x ഇപ്പോഴും എസ്റ്റിമേറ്റഡ് റവന്യൂ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട സബ്സിഡിയറികൾ SBIക്ക് ഉണ്ട്. അതിലൊന്ന് ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഡ്, SBI കാർഡ്, അത് രണ്ടും അൺലിസ്റ്റഡ് ആണ്. SBI AMC ഉണ്ട്. അതുപോലെ തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും ഉണ്ട്. അവരുടെ 20% ഹോൾഡിങ്സ് ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 1x ഉള്ളത്. ബേസ്ഡ് ഓൺ ദി എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ബുക്ക് വാല്യൂ ഏകദേശം 588 രൂപ പെർ ഷെയറാണ് ഇപ്പോൾ ഉള്ളത്. മാർച്ച് 2026 ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ 558 രൂപയോളം ബുക്ക് വാല്യൂ വരും. ഈ ഒരു ഹിസ്റ്റോറിക് വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 7.91 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. കാപ്പക്സ് കൂടി വരുന്നുണ്ട്, റൂറൽ ലോൺ ഗ്രോത്ത് കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റേറ്റ് കട്ട് കൂടി RBIയുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു SBIയിൽ നല്ല രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ Q2 SBIയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് NSDLൻ്റെ IPO വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കമ്പനികളിൽ ഒന്ന് SBI ആണ്. കാരണം 1 കോടി ഓഹരികളാണ് NSDLൻ്റെത് SBIയുടെ കയ്യിലുള്ളത്. അതിലേകദേശം 40 ലക്ഷം ഓഹരികൾ 800 രൂപ പ്രകാരം അവർ IPOയിൽ വിറ്റ് കഴിഞ്ഞു. അത് ഒരു ഷെയറിന് ഏകദേശം കോസ്റ്റ് വരുന്നത് 2 രൂപയാണ്. അപ്പോൾ 60 ലക്ഷം ഓഹരികൾ ഇനിയും ബാക്കി കമ്പനിയുടെ കയ്യിലുണ്ട്. അതിൻ്റെ അൺറിയലൈസ്ഡ് ഗെയിൻ ഏകദേശം 600 കോടി രൂപയാണ്. ഇത് ഗെയിൻ മാത്രമാണ്, കോസ്റ്റ് അല്ല.
അപ്പോൾ 600 കോടി രൂപ ബുക്ക് ചെയ്യാത്ത പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. 300 കോടി രൂപ ഓൾറെഡി ഗെയിൻ എടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല 13.19% സ്റ്റേക്ക് യെസ് ബാങ്കിലുള്ളത് MSBCക്ക് വിറ്റ് കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 8,892 കോടി രൂപ, ഏകദേശം കോസ്റ്റ് പ്രൈസ് 10 രൂപയുള്ള ഓഹരിയാണ് 21 രൂപ 50 പൈസ വെച്ചിട്ട് വിറ്റിരിക്കുന്നത്. സോ അതിൽ നിന്നും ഏകദേശം ഒരു 4,750 കോടി രൂപ റിയലൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരുടെ അഡ്വാൻസ് ഡെപ്പോസിറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 12% വർധനമാണുള്ളത്. 42.5 ലക്ഷം കോടി രൂപയാണ്. അതിൽ നിന്നും 55 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റിയും ഒക്കെ മാനേജ് ചെയ്യുന്നതനുസരിച്ച് നെറ്റ് NPA ഏകദേശം 0.47% ആണ്. Q1 നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 3%. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 47,462 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകമാണ് SBIക്ക് ഉണ്ടായിരുന്നത്. പ്രൊവിഷൻസും കുറഞ്ഞിട്ടുണ്ട്. കാരണം പാറ്റ് 8% വർധനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂടിയതിൽ. 21,201 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ 24 രൂപ കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു. സോ എനിക്ക് തോന്നുന്നു SBI ഒരു നല്ല പിക്കായിരിക്കും. അതല്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ലെൻഡറാണ് SBI. ഇത്രയും 50 കോടി കസ്റ്റമേഴ്സുള്ളൊരു ബാങ്ക് 828 രൂപ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഡീലാണെന്ന് തോന്നുന്നു. നമ്മൾ 750 മുതലേ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണ്. ഈവൻ അതൊരു 900, 908, 910 രൂപയെങ്കിലും നിയർ ടേമിൽ പോകേണ്ടതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നു, GST സ്റ്റാർട്ട് ചെയ്യുന്നു, സെയിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് GST കട്ട് ഉള്ളതുകൊണ്ട് തന്നെ FMCG കമ്പനികളൊക്കെ തന്നെ വിലക്കുറവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഹൗസിംഗ് ലോണ്, അതുപോലെ തന്നെ ദീപാവലിയോടനുബന്ധിച്ചിട്ട് ഹൗസും കാര്യങ്ങളൊക്കെ വീടുകളൊക്കെ എടുക്കുന്നു. ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോണുകൾ, വാഹന ലോണുകൾ, അതൊക്കെ തന്നെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈ റവന്യൂ മോഡൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ SBI ഈസ് മൈ പിക്ക്. മൈ ഷോർട്ട് ടേം ടാർഗറ്റ് ഈസ് 900 to 925. ഈ സ്റ്റോക്ക് നമ്മുടെ പല സ്റ്റോക്കുകളായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ റിസർച്ച് ഗ്രൂപ്പിലൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഓഹരി കൂടിയാണ്. സോ SBI അതുപോലെ തന്നെ മറ്റു ഓഹരികളൊക്കെ തന്നെ നിക്ഷേപം നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് അനാലിസിസുകൾ നടത്തുക. നിക്ഷേപ സാധ്യതകൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപകം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. സെബിയുടെ മുന്നറിയിപ്പ് പ്രകാരമുള്ള നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ആഴ്ച തിങ്കളാഴ്ച എന്തായാലും ഒരു ജെർക്ക് റിയാക്ഷൻ ഉണ്ടാകും. അതിനുശേഷം മാർക്കറ്റ് റിക്കവറി ആണുള്ള സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ നല്ല IT സ്റ്റോക്കുകൾ നല്ല വാല്യൂഷൻസിൽ വരികയാണെങ്കിൽ ലോങ് ടേമിലേക്ക് വാങ്ങാനുള്ള ഓപ്ഷനുമായിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ ചെറിയ ഔട്ട്ലുക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഇനിയും വരികയാണെങ്കിൽ, ഈ പറയുന്ന ഷ്രിം പോളിസി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ വീണ്ടും മാർക്കറ്റിലൊരു ചെറിയൊരു ജെർക്ക് റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ടെക്നിക്കലി നമ്മൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് മോഡിലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് നിഫ്റ്റിയുടെ മൂഡ് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. നോക്കാം നമുക്ക് എത്രമാത്രം ഉണ്ടാകുമെന്ന്. ഏതായാലും വളട്ടൈലായിട്ടൊരു സെഷനിലേക്കാണ് എല്ലാവരും വീണ്ടും എടുത്ത് ചാടാൻ പോകുന്നത്. നോക്കാം, നല്ലൊരു വാർത്തകൾ തന്നെ ആവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നുകൂടി നിങ്ങളെ എല്ലാവരും ഞാൻ അഡ്വൈസറി ബോർഡിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ സർവീസുകൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻസും ഷോർട്ട് ടേം, മീഡിയം ടേം, വാല്യൂ പിക്സ് ഒക്കെ തന്നെ ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സർവീസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.